US കോടതിയിലെ വിചാരണയ്ക്കിടെ തനിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും നിഷേധിച്ച നിക്കോളാസ് മഡ്യൂറോ താൻ ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റാണെന്നും അനധികൃതമായി തട്ടിക്കൊണ്ടുവന്നതാണെന്നും വാദം. മഡ്യൂറോയെ മാർച്ച് 17 വീണ്ടും ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ ചേർന്ന UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ US നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. അതേസമയം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നൽകുന്ന അതേ പരിഗണന ഒരു മയക്കുമരുന്ന് കടത്തുകാരന് നൽകുന്ന UN എന്തുതരം സംഘടനയാണെന്ന് US പ്രതിനിധി ചോദിച്ചു. Maduro is not just an indicted drug trafficker. He was an illegitimate so-called president. He was not a head of state. For years, Maduro and his cronies have manipulated Venezuela's electoral system to maintain their illegitimate grip on power. If the UN and the United Nations in this body confers legitimacy on an illegitimate narco-terrorist and the same treatment അജയ് സുധാബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, അമേരിക്കയുടെ നിലപാടിൽ മാറ്റമില്ല, വീണ്ടും ആക്രമിക്കുമെന്നൊക്കെയുള്ള ഭീഷണികളുണ്ട് എന്ന് മനസ്സിലാകുന്നു. വെനസ്വേലയെ മറ്റു രാജ്യങ്ങൾക്കും ഭീഷണിയുണ്ട്, സംശയമില്ല. ഐക്യരാഷ്ട്രസഭയിൽ വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്നിട്ടും പ്രതിഷേധമുണ്ടായിട്ടും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ അമേരിക്ക. രഞ്ജിത്ത്, അമേരിക്ക നിലപാടിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ടില്ല എന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിനിടെ വെനസ്വേലൻ തലസ്ഥാനത്ത് പ്രസിഡന്റിന്റെ വസതിക്ക് സമീപത്തായി വീണ്ടും വെടിയൊച്ചകൾ കേൾക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. നിരവധി തവണ വെടിയൊച്ചകളും അതുപോലെ തന്നെ ഡ്രോണുകളിൽ പറന്നുള്ള ഒരു വെടിവയ്പ്പുമെല്ലാം ഈ പ്രദേശത്തുണ്ടായി. വീണ്ടും ഒരു US അറ്റാക്കാണോ നടന്നത് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിച്ചു. എന്നാൽ ഇത് ഈ തലസ്ഥാനത്ത് നിരവധി സെക്യൂരിറ്റി ഫോഴ്സുകളെ ഒരു സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു. ഈ സെക്യൂരിറ്റി ഫോഴ്സുകൾ തമ്മിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ കാരണമാണ് ഇത്തരത്തിലൊരു വെടിവയ്പ് നടന്നത് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും വെനസ്വേലയെ US വീണ്ടും ആക്രമിച്ചിട്ടില്ല. അത്തരം ഒരു കാര്യങ്ങൾ, അത്തരം അഭ്യൂഹങ്ങളെല്ലാം ഇടയ്ക്ക് ഇപ്പോൾ ഈ മണിക്കൂറുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ അല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മാൻഹാട്ടൻ കോടതിയിൽ നടന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യൻ സമയം 10:30 വിചാരണ നടപടികൾ ആരംഭിച്ചത്. രാത്രി 10:30 തന്നെ വിചാരണ ആരംഭിച്ചു. ഈ ബ്രുക്ലിനിലെ ജയിലിൽ നിന്നും ഇപ്പോൾ ഇദ്ദേഹത്തെ ഈ കോടതിയിലേക്ക് കൊണ്ടുവന്നത് അതീവ സുരക്ഷയിൽ തന്നെയായിരുന്നു. പുലർച്ചെ നേരം പുലരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ മാൻഹാട്ടൻ കോടതിയിലേക്ക് എത്തിച്ചു. എന്നാൽ കോടതി വിചാരണ നടപടികൾ ആരംഭിച്ചതിന് ശേഷം നിക്കോളാസ് മഡുറോ തനിക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായിട്ടും നിഷേധിക്കുകയായിരുന്നു. 25 പേജുള്ള ഒരു കുറ്റപത്രമാണ് US കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇതിനകത്ത് മയക്കുമരുന്ന് കള്ളക്കടത്ത്, അനധികൃതമായിട്ട് ആയുധങ്ങൾ കൈവശം വയ്ക്കുക തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് US നിക്കോളാസ് മഡുറോയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നത്. അതായത് ഈ വെനസ്വേലൻ ഈ പ്രതിനിധികളുടെ വേഷത്തിൽ, അതായത് വെനസ്വേലയിലുള്ള സർക്കാർ പ്രതിനിധികൾക്കൊപ്പം മയക്കുമരുന്ന് കാർട്ടലുകളെ US-നുള്ളിലേക്ക് വിമാനം വഴി കടത്തി, അതുപോലെ തന്നെ കൊളംബിയ, അതുപോലെ മെക്സിക്കോ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലുള്ള അധോലോക സംഘാംഗങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവിധ ആരോപണങ്ങൾ ഈ കുറ്റപത്രത്തിലുണ്ടായിരുന്നു. എന്നാൽ നിക്കോളാസ് മഡുറോ ഈ ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിച്ചു. താൻ നിരപരാധിയാണ്, താൻ ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റ് തന്നെയാണ്, തന്നെ അനധികൃതമായിട്ടാണ് US തട്ടിക്കൊണ്ടുവന്നത് എന്നതായിരുന്നു നിക്കോളാസ് മഡുറോ കോടതിയിൽ മറുപടി നൽകിയത്. ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ കോടതിയിൽ നടന്നിട്ടുള്ള വിചാരണ ഒരു ട്രാൻസ്ലേറ്റർ വഴിയാണ് അദ്ദേഹവും ഭാര്യയും കേട്ടത്. ഇനി മാർച്ച് 17 കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുക. അതുവരെ മഡുറോ ബ്രുക്ലിനിലുള്ള ജയിലിൽ തന്നെ തുടരും. ഇതിനിടെ ഇന്നലെ UN രക്ഷാസമിതി യോഗവും ചേർന്നിരുന്നു. ആ രക്ഷാസമിതി യോഗത്തിൽ US-നെതിരെ കടുത്ത വിമർശനങ്ങളാണ് പ്രധാനമായിട്ടും വന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ UN സെക്രട്ടറി ജനറലായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് US-ന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാതെയാണെന്ന് കുറ്റപ്പെടുത്തി. അതുപോലെ US-ന്റെ ഈ നടപടി അത് വെനസ്വേലയിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെയും ഭരണ അസ്ഥിരതയ്ക്ക് കാരണമാകും, മേഖലയെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കും എന്നതൊക്കെയാണ് ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസ് അടക്കം പറഞ്ഞത്. എന്നാൽ US ഈ ആരോപണങ്ങളെ പാടെ നിഷേധിക്കുക മാത്രമല്ല UN-ന്റെ ആ ഒരു പരമാധികാരത്തെ തള്ളിക്കളയുന്ന ഒരു പ്രസ്താവന കൂടി US നടത്തി. യുഎസിൻ്റെ അംബാസഡറായിട്ടുള്ള
മൈക്ക് വാൾട്സ് ആണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ നിക്കോളാസ് മഡുറോ എന്ന് പറയുന്നത് വെറുമൊരു ഈ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ മാത്രമല്ല, അദ്ദേഹം വെനസ്വേലയിലെ ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിലെ ഉള്ള പഴുതുകൾ കണ്ടെത്തി അനധികൃതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയാണ് അധികാരത്തിലിരിക്കുന്നത്. അദ്ദേഹത്തെ അവിടെ പ്രസിഡന്റായി അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് US-ൻ്റെ ഒരു ആരോപണം. മാത്രമല്ല, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ ട്രീറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനെ പരിഗണിക്കുകയാണെങ്കിൽ ഇത് UN എന്ന് പറയുന്നത് എന്ത് തരം സംഘടനയാണ് എന്നുവരെ US ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടുമായി തന്നെ US മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെ മറ്റ് ബ്രിട്ടൻ, അതുപോലെ തന്നെ ബ്രസീൽ, ചൈന, റഷ്യ, ക്യൂബ തുടങ്ങിയിട്ടുള്ള നിരവധി ലോകരാജ്യങ്ങൾ US-ൻ്റെ നിലപാടുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. US നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. എന്തായാലും US-ൻ്റെ ഇപ്പോഴുള്ള ഈ കടുത്ത നടപടിയിൽ ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റു പല ലോകരാജ്യങ്ങൾ കൂടി ആശങ്കയിൽ തന്നെയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും അറ്റാക്ക് ഏതൊക്കെ രാജ്യങ്ങളെ അമേരിക്കയിൽ ലക്ഷ്യം വെക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത്തരം ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും വെനസ്വേലയുടെ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോ ഇപ്പോൾ അമേരിക്കയുടെ വിചാരണയിലാണ്.